ഈ എപ്പിസോഡിന് അങ്ങനെ പ്രത്യേകിച്ച് ഹുക്ക് ലൈൻ ഒന്നുമില്ല, പക്ഷേ ഞങ്ങൾ ഒരു ടൈറ്റിലാണ് കൊടുത്തേക്കുന്നത്, ഗോകർണ റെയ്ഡ്സ്. വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 12 ഓഫ് ആർ മൈ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫീച്ചർ ഫിലിം. അങ്ങനെ നിലയുടെ പാരൻസിൻ്റെ പെർമിഷനൊക്കെ കിട്ടി 3 ദിവസത്തെ ഷൂട്ടിനായിട്ട് നിലയും നോറയും പിന്നെ ഞങ്ങളൊരു 8 പേരുടെ ക്രൂ മെമ്പേഴ്സൊക്കെ ചേർന്ന് ഒരു ടെമ്പോ ട്രാവലറിൽ ബാംഗ്ലൂരിൽ നിന്ന് ഗോകർണയിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ മൺസൂൺ ടൈമിൽ ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, കാരണം ഫ്ലാഷ് ബാക്കിന് ഒരു ഗ്രീനിഷ് ഒരു വെറ്റ് ഫീൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തത് ഇൻറ്റൻസ് റെയിൻഫോൾ ആയിരുന്നു. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ്, അത് ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങൾക്ക് ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. 25 മിനിറ്റ്സിൻ്റെ ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റിൽ. ആ 25 മിനിറ്റ്സും ഞങ്ങൾ സൺഡേ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള ആ ഒരു വിൻഡോ, അന്നും ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്തുള്ള ഒരു നേച്ചർ ഞങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റ് പോലെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനെ കാണുന്നത്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കംപ്ലീറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഒരു ട്വൈലൈറ്റ് മൂഡായിരുന്നു. ക്ലൗഡി ഓവർകാസ്റ്റ് കണ്ടീഷൻസ്, പക്ഷേ മഴ പെയ്തിട്ടില്ല. ഫുൾ ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് പാക്കപ്പ് വിളിച്ച് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ഹെവി റെയിൻഫോൾ. വീട്ടിലാണെങ്കിൽ അമ്മ മെഴുതിലേക്ക് എത്തിച്ച് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ആ സമയത്ത്. കാരണം ഒരു ഫുൾ ടീം ഗോകർണയിൽ വന്നിട്ട് ഒരു ഷൂട്ട് പോലും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും. പക്ഷേ വി ഡിഡ് ഇറ്റ് ആൻഡ് വി ആർ സോ എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു നേച്ചർ ഫോർ ദാറ്റ് വണ്ടർഫുൾ ഡേ ദാറ്റ് വി ഗോട്ട് ടു ഷൂട്ട് ദ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഓഫ് ഫാർ, ആൻഡ് ഇറ്റ് ലുക്സ് അമേസിംഗ് ഓൺ സ്ക്രീൻ.